എന്നാത്താൻ കേസുപെടുന്ന സിനിമയിലെ കഥാപാത്രം സുരേഷിന്റെ കഥാപാത്രം മൈലേജ് ഉണ്ട്, അത് പ്രതീക്ഷിച്ചതായിരുന്നു? ഇല്ല, അത് അപ്പോൾ അങ്ങനെയൊന്നും ഇത്ര വലിയ പിന്നെ ആയിട്ട് സ്വീകരിക്കുന്നൊന്നും വിചാരിച്ചില്ല. അതൊരു ക്യാരക്ടറായിരുന്നു. അതിന് ആ സിനിമ സ്വീകരിക്കുമ്പോൾ ആ ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് തോന്നിയിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി വിചാരിച്ചതിനേക്കാളും സ്വീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. രതീഷ് സ്പിൻ ഓഫിന്റെ പ്ലാൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എന്തായിരുന്നു ഇനീഷ്യൽ റിയാക്ഷൻസ്? നമ്മളിതിൻ്റെ മറ്റേ പീക്ക് ടൈമിലൊക്കെയാണ്, പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OTT റിലീസ് ആയി കഴിഞ്ഞ് മദനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ പിന്നെ കമൻ്റൊക്കെ ഉണ്ടാവും, ഇവരുടെ ലൈഫ് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒരു സ്പിൻ ഓഫ് സാധ്യത ഉണ്ട് കേട്ടോ എന്നൊക്കെ ഉള്ളത് അവരെ എല്ലാവരും കൂടി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി നമുക്കത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയത്. ഞാനത് പെട്ടെന്ന് അങ്ങനെ പ്രൊജക്റ്റ് ആവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്യാം, നല്ല സാധ്യതയുള്ളതല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സുരേഷൻ എന്ന ക്യാരക്ടർ, അത് പ്ലേ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് അനൗൺസ് ചെയ്യാവുന്ന വിധത്തിലേക്കായി ഉണ്ടായിരുന്നു. ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്, പക്ഷെ വലിയൊരു സിനിമയായി. വലിയൊരു സിനിമയാണ് ഇപ്പോൾ, നാട് മൊത്തം ഉണ്ട്. ക്യാരക്ടേഴ്സും ഇതേപോലെ മഹേഷ് ആണെങ്കിൽ ചെറിയ ക്യാമിയോ റോൾസ് വന്നിട്ട് അതിന് പക്ഷെ ഭയങ്കര ഒരു പഞ്ച്, ആ ചെറിയൊരു സാധനമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ പതിയുന്നു. അങ്ങനെ ഒരു ഇത് രാജേഷിനുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കയ്യിൽ നിന്ന് ഇടാറുണ്ടോ സംഭവങ്ങൾ? അല്ല ഇതൊക്കെ കറക്റ്റ് സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ്? ഇപ്പൊ മിന്നൽ മുരളീനാണെങ്കിൽ മറ്റേ മാറാലാഹ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് അങ്ങനെ ഇടാറുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഡയറക്ടർമാരുടെ നടനാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഞാൻ തന്നെ ഞാൻ കുറച്ച് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുന്ന അടുത്ത കാലത്തായിരിക്കും. അതുവരെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ നടൻ തന്നെയാണ്. അപ്പോൾ അവരെന്താണോ വേണമെന്ന് അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല അതുവരെ. പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ലെജൻസ് ആണ്. അതുകൊണ്ട് അവർക്ക് അറിയാം അതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. ദിലീഷ് പോത്തനെയാണ് ആദ്യത്തെ പടത്തിൽ അഭിനയിപ്പിക്കുന്നത്. അപ്പം പുള്ളീനെ പോലെ ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ അറിയുന്ന ഡയറക്ടർ എൻ്റെ ഇതിൽ അതാണ് ദിലീഷ് പോത്തൻ. എനിക്ക് അങ്ങനെയാണ് ഞാൻ ദിലീഷ് പോത്തനെ വെച്ചിരിക്കുന്നത്. പിന്നെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റാണ്. കണ്ടൻറ്റിന് അത്രയും വാല്യൂ ഉണ്ടാവും, അത് കനം ഉണ്ടാവും. അത് ശ്യാമേട്ടൻ്റെ ഏരിയയാണ്. പിന്നെ ഞാൻ ചെയ്തത് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയാം മിന്നൽ മുരളി ഉണ്ടാവും. അത് മാറാലഹയൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഐറ്റം തന്നെയാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് അത്ര ലെങ്തി ഡയലോഗൊക്കെ പ്ലേ ചെയ്യുന്നത്, അതും വലിയ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ. ആ സമയത്തും ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബൈജുവേട്ടനൊക്കെ ഉണ്ട് മുമ്പിൽ. ഞാൻ ഭയങ്കര പേടിച്ച് എങ്ങനെയെങ്കിലും പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്കിപ്പോഴും കാണുമ്പോൾ അറിയാം ഞാൻ വേർത്ത് കുളിച്ചിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ബേസിൽ തരുന്ന പ്രോത്സാഹനമാണ്. ഓവറായിക്കോ ചെയ്താൽ കഴിഞ്ഞാൽ അങ്ങനെ ഓവറൊന്നും ആവില്ല, ഓവറാക്കിക്കോ വേണമെങ്കിൽ എന്ന് പറയും. അങ്ങനെ തരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു മീറ്റർ എല്ലാവരും റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്ത് നിൽക്കാനാണ് ശ്രമിക്കുക. ഞാൻ കുറച്ച് ഒരു പൊടിക്കൊന്ന് കയറ്റാൻ ശ്രമിക്കാറുണ്ട്. അത് എൻ്റെ ഒരു ശൈലിയുടെ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം നോട്ട് ചെയ്യുന്നത്. എല്ലാറ്റിലും അങ്ങനെ വേണമെന്നില്ല. പിന്നെ രതീഷ് ചേട്ടൻ്റെ കൂടെ ഈ അവസാനം സുരേഷനും സുമലതയിലൊക്കെയാണ് മദനോത്സവം, 1744 വൈറ്റ് ആൾട്ട, ഇതിലൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഇതിങ്ങനെ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത്. കുഴപ്പമില്ല, അത് ആൾക്കാർ തെറി പറയുന്നവരെ തുടരും, എന്നിട്ട് നിർത്തും. ഇല്ല, ഞാൻ ആകെ 2-3 ക്യാരക്ടർ റോൾസ്, ലെങ്തി ക്യാരക്ടർ റോൾസ് മാത്രമേ ആകെ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ലീഡ് റോള് ചെയ്യുന്നത്. അതെ, ഇതിലൊരു തീരുമാനമാക്കിയിട്ട് വേണം.
ത്രൂ ഔട്ട് ഹ്യൂമറാണ് അത്. മറ്റേ അറിയാം, രതീഷ് പൊതുവാളിൻ്റെ ഹ്യൂമറാണ്, ഒരു ക്വർക്കി പരിപാടിയാണ്. രസമുള്ള പിന്നെ എന്നാൽ ഇമോഷൻസ് ഉണ്ട്. പ്രേമകഥ തന്നെയാണ്. ഇവരുടെ പ്രേമത്തിൻ്റെ കാലാധിവർത്തിയായിട്ട് അതങ്ങനെ എങ്ങനെയാണ് പ്രേമം എന്നുള്ള ഒരു പരിപാടിയാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും പല കാലഘട്ടങ്ങളിൽ കാണിക്കുന്നുണ്ട്. പ്രേമമൊക്കെ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് കാണിക്കാനുള്ള പല വിഷ്വൽ പരിപാടികളുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്, മ്യൂസിക്കലാണ്. അതെ, ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു ഈ ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഹീറോ എന്നുള്ള റോളിലേക്ക് എത്തുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടായിരുന്നോ? റോളിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടായിരുന്നോ? പ്രഷർ എങ്ങനെയാണ്? ഞാനിപ്പോഴും ഈ സിനിമ എങ്ങനെ വരുന്നേ എന്ന് വിചാരിച്ചിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. കുറച്ചും കൂടി ടെക്നിക്കൽ ആക്ടറാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ എത്ര നന്നായി എന്ന് എനിക്കറിയില്ല ഇപ്പോഴും. എന്നെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും സീനിലൊക്കെ, അതൊരു പെർഫോമർ ആയതുകൊണ്ടാണ്. നടൻ എന്നുള്ള ഒരു ശരിക്കും ഇതിൻ്റെ അഭിനേതാവ് നടൻ എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടി ഒറിജിനൽ തന്നെ ആയി, അല്ലെങ്കിൽ അതിൻ്റെ എസൻസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യാത്ര ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്നെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അതിൽ ഞാൻ ഒരു ത്രൂ ഔട്ട് സിനിമയാണ്, വലിയ സിനിമയാണ്. അപ്പോൾ കഴിഞ്ഞ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും വേണം, ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അങ്ങനെ വിടാനും പാടില്ല. എന്നാൽ ഇതിന് കുറച്ചും കൂടി ഇമോഷണൽ ജേണി ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ പ്രിപ്പറേഷൻ ഇല്ല. അത് പ്രോസസ്സിൽ എന്നാണോ നടക്കുന്നത് അങ്ങനെ പോകാമെന്നുള്ളതാണ്. ഇത് പിന്നെ രതീഷേട്ടൻ്റെ കൂടെയുള്ള വർക്ക് ഭയങ്കര രസമാണ്. പുള്ളി പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം പുതിയ കാര്യമായിട്ട് വരും. നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരിപാടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും എന്ന് തോന്നുന്നു. ഒരു സിനിമ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും കമേഴ്ഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള പ്രഷറൊക്കെ ഉണ്ടോ? എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര നല്ല പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ അപ്പോൾ അവരിത് ചെറിയൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്, വലിയൊരു സിനിമയായി മാറി. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സിനിമ വലുതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ ഇത് വലുതാവും തോറും നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൊമേഴ്ഷ്യൽ റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള അങ്ങനെ അത്ര നോണല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് എടുക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അവെയറാണ്. അവർക്ക് പൈസ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത് നല്ല പ്രൊഡ്യൂസേഴ്സാണ്, അവരെ ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് അവെയറാണ്. അല്ലാതെ അതിൻ്റെ അത്രയ്ക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കിളി പോകുന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ലത്. എനിക്കത് അത്ര അറിയൂല എനിക്ക് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഏരിയനെ കുറിച്ചിട്ട്. സിനിമയിൽ ചെയ്യുന്നുണ്ട് അതെ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക അവളെ കൊണ്ട്. ഈ ഹ്യൂമറിലുള്ള ഒരു ഓപ്പോസിറ്റ്സ് ആണ്. ഹ്യൂമറിലുള്ള ഒരു പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള റോൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് ചെയ്യുന്നവർ പലപ്പോഴും ഹ്യൂമറാണ് ഏറ്റവും ടഫ്, അത് ട്രൈ ചെയ്യണം എന്നുള്ള എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഹ്യൂമറിന്റെ ഒരു ഷെല്ലെന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും റോള് പർട്ടിക്കുലർ റോളോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ആലോചിച്ചു? എനിക്ക് പിന്നെ ഉണ്ട്. ഞാൻ ഇതിപ്പോൾ ഇതൊരു സ്ഥിരം സ്പേസാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളത്. മറ്റേ ഇനിയിപ്പോൾ കുറച്ച് ക്യാരക്ടറുകൾ വരും, സ്ഥിരം ഉള്ള ലീഡ് പോലെയുള്ള എൻ്റെ രൂപത്തിനൊക്കെ പറ്റുന്ന പോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയും സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ കുറേ സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നില്ല എനിക്ക്. നല്ല സാമ്പത്തികമായിട്ടുള്ള ഗതികേട്ടിലാണെന്നുണ്ടെങ്കിൽ മാത്രം കുറേ സിനിമകൾ വലിച്ചു ചെയ്യും. അത് പറയാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിലങ്ങനെ സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല. വേറെ
വേറെ പണികളിലേക്ക് കടക്കുക അല്ലെങ്കിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ള. അടുത്തത് 1-2 ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളതും അങ്ങനെ സ്ഥിരം പരിപാടിയല്ലാത്ത സാധനം. പിന്നെ ഞാനിപ്പോൾ ഇതേപോലത്തെ കോമഡി റിപ്പീറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമായിരിക്കും. എനിക്ക് വില്ലൻ വേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ലീഡൊക്കെ തന്നെ ചെയ്യണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഇനിയും. നമ്മളെ വിശ്വസിച്ചിട്ട് കുറച്ച് സിനിമകൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബാധ്യതയാണത്. നമുക്ക് കുറേ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഉത്തരവാദിത്തമൊക്കെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമായി വരും. അതങ്ങനെ അധികം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. കുറച്ച് നൈസായിട്ട് എൻ്റെ സൈഡിൽ കൂടെ. ഇപ്പം തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തു, പിന്നെ നാടകം എഴുതി. അപ്പൊ അഭിനയം ചെറുപ്പത്തെ വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ അഭിനയിക്കാൻ വിചാരിച്ച് ഞാനൊന്നും ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അഭിനയം ആദ്യം വേണ്ടാന്ന് വെച്ച് ഇരിക്കുകയാണ്. നമ്മൾ എൻ്റെ പിന്നണി ഇത് ആദ്യമേ അഭിനയിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നാടകത്തിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമ കാണാൻ തുടങ്ങിയത് മുതൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ് കൂടുതൽ ആരാധന തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്കൊക്കെ ഒരു സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ പിന്നണി പ്രവർത്തകനാവാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ശ്യാമേട്ടൻ അതിന് മുമ്പ് ഒരു സിനിമയിൽ മറ്റേ എന്തെങ്കിലും അഭിനയിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നില്ല ശ്യാമേട്ടൻ, അഭിനയിക്കാനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാടയൊക്കെ ഇട്ട് നിന്നതാണ്. അത് പിന്നെ അഭിനയിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. മറ്റേ ഏതെങ്കിലും റോളൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം ഒന്നുമില്ലല്ലോ, ഒരു ഇങ്ങനെ ഇതിന് വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ അഭിനയം പിന്നെ എന്തായാലും തിരഞ്ഞെടുക്കാം. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിക്കുന്നത് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, നീ ഇവനെ അഭിനയിക്കാമല്ലോ, ഇവനെ അഭിനയിപ്പിച്ചൂടെ പിടിച്ചിട്ട് എന്നൊക്കെ നായരേട്ടൻ പോത്തണ്ണോട് പറയും. പോത്തണ്ണൻ പറഞ്ഞു ഇവനെ അഭിനയിപ്പിക്കാം. അപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു ഓനെ അഭിനയിക്കൂല, ഓൻ മറ്റേ ജാട പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അന്ന് തീരുമാനിച്ചത് അഭിനയിക്കാമെന്ന്. അങ്ങനെ അഭിനേതാവായതാണ്. പിന്നെ അത് വന്നത് ഞാൻ അഭിനയിക്കണ്ടെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. നാടകമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും മറ്റേ ലാൽ സാറൊക്കെ അഭിനയിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്നു. പുള്ളീനെ ആദ്യം മുതൽ കാണുമ്പോൾ മുതലേ ഭയങ്കര കളിയാട്ടത്തിൽ കാണുമ്പോൾ മുതൽ ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു സംവിധായകനൊക്കെ ആയതിനു ശേഷം അഭിനയിച്ചൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി. അതെ.